KCN മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. Avenue Thailand Bed Studio NH17 Anagod, Kasaragod. City Gold Junction, Kasaragod and Uppala. ABC Sales Corporation, North Kottacheri, Kanyanga. Kalarakas Maharani Gold Supermarket, Press Club Junction, Kasaragod. നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. മലയാളികൾ വിഷു ആഘോഷിച്ചു. മണ്ണും മനസ്സും ആഹ്ലാദത്തിമിർപ്പിൽ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 33 കോടി രൂപ ആശ്വാസ ധനസഹായം. ചെക്ക് കളക്ടറുടെ പേരിൽ അയച്ചതായി സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. നിക്കാഹിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ മതനേതാക്കൾ രംഗത്ത് വരണമെന്ന് വനിതാ സംഘടനാ നേതാക്കൾ. നിർധന പെൺകുട്ടികളുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാക്കണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. മനസ്സിൽ ആഹ്ലാദത്തിന്റെ കൊന്നപ്പൂക്കൾ വിരിഞ്ഞു. നന്മയെ കണി കണ്ട് മലയാളികൾ വിഷു ആഘോഷിച്ചു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു നല്ല നാളെയെ കണി കാണുക എന്ന ലക്ഷ്യത്തോടെ മലയാളികൾ ആഹ്ലാദപൂർവ്വമാണ് വിഷു ആഘോഷിച്ചത്. ക്ഷേത്രങ്ങളിലും വീടുകളിലും സമൃദ്ധമായ രീതിയിൽ കണിയൊരുക്കിയിരുന്നു. ക്ഷേത്രങ്ങളിലേക്കും കണി കാണാൻ നിരവധി പേരെത്തി. മധൂർ ശ്രീ സിദ്ധി വിനായക ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പടക്കങ്ങൾ പൊട്ടിച്ചും സദ്യയുണ്ടും ബന്ധങ്ങൾ പുതുക്കിയും വിഷുദിനത്തെ അവർ അവിസ്മരണീയമാക്കി മാറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിഷുവിപണിയിലെ പ്രധാന ആകർഷണ ഇനമായിരുന്നു ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരാണ് ദേശീയ പാതയോരങ്ങളിൽ വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചത്. വിഷുവിനോടനുബന്ധിച്ച് ദേശീയ പാതയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ച ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ നിറമുള്ള കാഴ്ചയായിരുന്നു. വിഷു പുലരിയിൽ കണിയൊരുക്കുമ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹം അനിവാര്യമാണ്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലാണ് മലയാളികൾ കണിയൊരുക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മലയാളികൾക്ക് കണിയൊരുക്കുവാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത്. ദേശീയ പാതയോരങ്ങളിൽ വിവിധ നിറങ്ങളിലും വലിപ്പത്തിലുമുള്ള 100 കണക്കിന് വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. 150 മുതൽ 1000 രൂപ വരെയാണ് വിഗ്രഹങ്ങളുടെ വില. വിഷു വിപണി മുന്നിൽ കണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കുടുംബമായി എത്തി ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വിഗ്രഹങ്ങൾ ഒരുക്കി വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. വീടുകൾ തോറും കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്നവരും സംഘത്തിലുണ്ട്. വിഷു കണി ഒരുക്കുന്നതിനായി പല നിറത്തിലും വലിപ്പത്തിലുമുള്ള വിഗ്രഹങ്ങൾ വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത്. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, കാലിക്കടവ് തുടങ്ങിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വിൽപ്പന നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരഞ്ഞെടുപ്പിന്റെ ചൂട് പടക്ക വിപണിയിലേക്ക് വഴിമാറി. കാസർഗോട്ടെ പടക്ക വിപണിയിൽ തിങ്കളാഴ്ച വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് ചൂടിലായിരുന്ന നാട് വളരെ പെട്ടെന്നാണ് വിഷുത്തിരക്കിലേക്ക് ചുവടുമാറിയത്. വിഷുത്തലേന്ന് വൻ തിരക്കാണ് കാസർഗോഡ് നഗരത്തിൽ അനുഭവപ്പെട്ടത്. പടക്ക വിപണിയിലാകട്ടെ തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാളും ചൂടുപിടിച്ച കച്ചവടമാണ് തിങ്കളാഴ്ച നടന്നത്.
നഗരത്തിലെ ഓരോ പടക്കക്കടകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇത്തവണയും മിന്നൽ പടക്കങ്ങൾക്കും ആകാശത്ത് വർണ്ണം വിതറുന്ന ചൈനീസ് പടക്കങ്ങൾക്കുമാണ് ആവശ്യക്കാർ ഏറെ. വലിയ ശബ്ദമില്ലാതെ പൊട്ടുന്നതും ആകാശത്ത് വർണ്ണ വിസ്മയം തീർക്കുകയും ചെയ്യുന്ന ചൈനീസ് പടക്കങ്ങൾ തന്നെയായിരുന്നു ഇത്തവണത്തെ താരങ്ങൾ. നിറത്തിലും രൂപത്തിലും പൊട്ടുന്ന അഷ്രാകോട്ട്, ആകാശത്ത് വർണ്ണമാകുന്ന ജോളി ഷോട്ട്സ് എന്നിവ പടക്ക വിപണിയിലെ വ്യത്യസ്ത ഇനങ്ങളായിരുന്നു. ബെൻടൺ, കിറ്റ്, ചിറ്റ്പുട്ട്, മ്യൂസിക് പെൻസിൽ, ചറപറ, ചെങ്കോട്ട, ഉൾട്ടാപുട്ട, 5 സ്റ്റാർ തുടങ്ങിയ പടക്കങ്ങളും പടക്ക വിപണിയിലെ ആകർഷണീയ ഇനങ്ങളാണ്. കുട്ടികളുടെ ഇഷ്ട ഇനങ്ങളായ കമ്പിത്തിരി, നിലച്ചക്രം, പൂക്കുറ്റി, ലക്ഷ്മി എന്നീ പടക്കങ്ങളുടെയും കച്ചവടം പൊടിപൊടിച്ചു. ഈ ഇനം പടക്കങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അതേ വില തന്നെയായിരുന്നു. പൂക്കുറ്റിയുടെ വില 10 രൂപ മുതൽ 200 രൂപ വരെയാണ്. വലിപ്പത്തിനനുസരിച്ച് 300 രൂപ മുതൽ 2000 രൂപ വരെയാണ് മാലപ്പടക്കത്തിന്റെ വില. പടക്കങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ വിലയേക്കാൾ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് പടക്ക വ്യാപാരികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ പടക്ക വിപണിയിൽ മികച്ച കച്ചവടമാണ് നടന്നതെന്നും വ്യാപാരികൾ പറയുന്നു. എന്തായാലും വിഷു വിപണിയിൽ വിൽപ്പനയുടെ പൂരം തന്നെയാണ് തിങ്കളാഴ്ച നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണിക്കലങ്ങളുടെ കച്ചവടം വിഷു വിപണിയിലെ വേറിട്ട കാഴ്ചയായി മാറി. വിഷുദിനത്തിലെ പ്രധാന ചടങ്ങായ കണിയൊരുക്കുന്നതിനായി നിരവധി ആവശ്യക്കാരാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. വിപണിയിൽ നിരത്തുന്ന കണിക്കലങ്ങൾക്ക് പിന്നിൽ യാതനയുടെയും ദുരിതത്തിന്റെയും 100 കഥകളുമായാണ് ഓരോ വിഷുക്കാലവും ഇവർക്ക് കടന്നുപോകുന്നത്. മടിക്കൈ, എരിക്കുളം, പെരിയ, കായക്കുളം പ്രദേശങ്ങളിൽ നിന്നുമാണ് കണിക്കലങ്ങൾ കാഞ്ഞങ്ങാട്ടെ വിപണിയിലെത്തുന്നത്. മടിക്കൈ, എരിക്കുളത്ത് മാത്രമായി 300ഓളം കുടുംബങ്ങൾ കലം ഉണ്ടാക്കുന്ന പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മണ്ണും മണലും കിട്ടാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ കുടിൽ വ്യവസായം കടന്നുപോകുന്നത്. വിറകിന്റെ ക്ഷാമവും ഇവർക്ക് തിരിച്ചടിയായി. പഴയ തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോഴും ഈ തൊഴിലിൽ നിലനിൽക്കുന്നത്. വിഷുവിന് മാത്രമായാണ് ഇത്തരം കണിക്കലങ്ങൾ നിർമ്മിക്കുന്നത്. 3 ദിവസത്തിനകം മുഴുവൻ കലങ്ങളും വിറ്റ് തീർന്നാൽ മാത്രമേ തൊഴിലാളികൾക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയുള്ളൂ. നിലവിൽ കാഞ്ഞങ്ങാട്ടെ വിപണിയിൽ കലം ഒന്നിന് 80 രൂപയാണ് വാങ്ങുന്നത്. വീട് തോറും എത്തിക്കുന്ന കലങ്ങൾക്ക് 100 രൂപയാണ് ഈടാക്കുന്നത്. വലിയ ലാഭമുണ്ടാക്കാനല്ല, ശീലിച്ച തൊഴിൽ ചെയ്യുകയാണെന്ന് ഒരു തൊഴിലാളി പറഞ്ഞു. ഞങ്ങൾ ഇത് തലമ വെച്ചിട്ട് കൊണ്ടിരുന്നത്, ഇപ്പോൾ തലമ വെച്ചിരുന്ന് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ നടക്കാനൊന്നും കഴിയാതെ കൊണ്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ട് ഇടുന്ന് കൊടുക്കുന്നതാണ്. പിന്നെ വീടുള്ള ഞങ്ങൾ കൊണ്ടുപോകും, വീടുള്ള കൊടുക്കും. അങ്ങനെയുള്ള തന്നെ ഇത് എന്നാൽ വിഷമില്ല പണി തന്നെ. മണ്ണ് വേണം, വെറു വേണം, ചായയിലെ പൊയ്യ വേണം. പൊയ്യക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പൈസ കൊടുക്കണം, വെറിന് പൈസ കൊടുക്കണം, മണ്ണിന് പൈസ കൊടുക്കണം. എല്ലാം പൈസ കൊണ്ടില്ലാതെ കളി തന്നെ ഞങ്ങൾക്ക്. പൈസ കൊടുക്കാതെ ഒരു സാധനം ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് എന്നാൽ ബുദ്ധിമുട്ടിൻ്റെ പണി ആയിട്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതില്ലത്. പുതിയ തലമുറയിൽപ്പെട്ടവർ ഈ തൊഴിലിൽ എത്താത്തതിന്റെ സങ്കടവും അവർ മറച്ചുവെച്ചില്ല. കത്തുന്ന വെയിലിലും പറ്റാവുന്നത്ര കലങ്ങൾ വിറ്റു തീർക്കാനുള്ള തത്രപ്പാടിലാണ് ഈ തൊഴിലാളികൾ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 33 കോടി രൂപയുടെ ആശ്വാസ ധനസഹായം കൂടി ലഭിക്കും. സോഷ്യൽ മിഷനിൽ നിന്നുള്ള ചെക്ക് കാസർഗോഡ് കളക്ടർക്ക് അയച്ചു കഴിഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമായി സർക്കാരിന്റെ 33 കോടി രൂപ ലഭിക്കുകയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാര തുകയുടെ 2ാം ഗഡു ഉൾപ്പെടെ നൽകാനാണ് സർക്കാരിന്റെ ഈ 33 കോടി രൂപ. തിരുവനന്തപുരത്ത് നിന്ന് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 33 കോടി രൂപയുടെ ചെക്ക് കാസർഗോഡ് കളക്ടറുടെ പേരിൽ അയച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് 104 കോടി രൂപ ഇതുവരെയായി സർക്കാർ ദുരിതബാധിതർക്ക് നൽകി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ നൽകിയ തുകയുൾപ്പെടെയാണിത്. ഫെബ്രുവരിയിൽ 26 കോടി രൂപയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് നൽകിയത്.
തെരഞ്ഞെടുപ്പായതിനാൽ ഈ തുക വിനിയോഗിച്ചിട്ടില്ല. ദുരിതാശ്വാസത്തിനുള്ള ആദ്യ ഗഡുവായി 27 കോടി രൂപ നേരത്തെ പ്ലാന്റേഷൻ നൽകിയിരുന്നു. ഇതിൽ നിന്നാണ് 2010 ഡിസംബർ 31 കമ്മീഷൻ ഉത്തരവ് പ്രകാരമുള്ള സഹായധനത്തിന്റെ ആദ്യ ഗഡു നൽകിയത്. ദുരിതബാധിതരായി മരിച്ചവരുടെ ആശ്രിതർക്കും തീരെ കിടപ്പിലായവർക്കും 5 ലക്ഷം രൂപയും മറ്റ് ദുരിതബാധിതർക്ക് 3 ലക്ഷം രൂപയുമാണ് നൽകുന്നത്. മരിച്ചവർക്കുള്ള സഹായധനം സർക്കാർ അക്കൗണ്ടിൽ നിന്ന് നൽകി. 18 കോടി രൂപയാണ് ഇതിന് സർക്കാർ നൽകിയത്. സാമ്പത്തിക സഹായത്തിന്റെ ആദ്യഘട്ട തീരുമാനപ്രകാരം മൊത്തം 176 കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കേണ്ടത്. ഇതിൽ 87.26 കോടി രൂപ പ്ലാന്റേഷൻ കോർപ്പറേഷൻ നൽകും. പകുതി സർക്കാർ വഹിക്കും. മരിച്ചവർക്ക് കൂടി സഹായം നൽകുമെന്നതിനാൽ മൊത്തം ചെലവ് 214 കോടിയോളം രൂപയാകും. അതിരു നോക്കാതെ ജില്ലയിലെ അർഹരായ എല്ലാ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ആനുകൂല്യം നൽകുമെന്ന സർക്കാർ തീരുമാനം നടപ്പായാൽ ഫണ്ട് ഇതിന്റെ ഇരട്ടി വേണ്ടിവരുമെന്നും പറയപ്പെടുന്നു. നിക്കാഹിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ മതനേതാക്കൾ രംഗത്ത് വരണമെന്ന് ദേശീയ മനുഷ്യാവകാശ വനിതാ സംഘടനാ ഭാരവാഹികൾ. കാസർകോട്ട് വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാതെ കല്യാണം കഴിപ്പിക്കുന്നത് പണ്ഡിതന്മാർ ഇടപെട്ട് തടയണം. ചില പ്രദേശങ്ങളിലെ മഹൽ കമ്മിറ്റിയിൽപ്പെട്ട പ്രാധാന്യമില്ലാത്ത ചില ഉസ്താദ്മാർ വരന്റെയും വീട്ടുകാരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി ഇത്തരത്തിൽ നിക്കാഹ് നടത്തിക്കൊടുക്കുന്നത് നിരവധി പെൺകുട്ടികളുടെ ഭാവി ജീവിതം തകർക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ നിക്കാഹ് എന്ന പ്രധാന ചടങ്ങ് കഴിഞ്ഞാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. വിവാഹ സൽക്കാരം എന്നത് സമുദായത്തിൽ പ്രാധാന്യമില്ലാത്ത ചടങ്ങാണെന്നും അവർ പറഞ്ഞു. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ നിക്കാഹ് ചെയ്ത ശേഷം അവരെ പല രീതിയിലും ഉപയോഗപ്പെടുത്തുകയും ഇതിനുശേഷം അവരെ ഒഴിവാക്കി നിയമപ്രകാരം മറ്റൊരു വിവാഹത്തിന് ശ്രമിക്കുന്നത് പെൺകുട്ടികളോടും അവരുടെ കുടുംബത്തോടും ചെയ്യുന്ന ക്രൂരതയാണ്. നിക്കാഹ് ചെയ്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന യുവാക്കൾ അവരെ തഴഞ്ഞ് നിയമപ്രകാരം 18 വയസ്സ് തികഞ്ഞ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ അത് തടയണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്ന ആദ്യ ഭാര്യയോട് പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് രണ്ടാം വിവാഹത്തിന് പ്രോത്സാഹനം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. നിക്കാഹ് കഴിഞ്ഞ് 2 വർഷം എത്തിയ ഒരു പെൺകുട്ടിയെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന പെൺകുട്ടിയുടെ ഭർത്താവ്, അങ്ങനെ തന്നെയാണ് പറയുന്നത് മുസ്ലിമിന്റെ സമുദായത്തിൽ പറയുന്നത്. 18 വയസ്സ് താഴേക്കുള്ള മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ അവിടെ ആരിടപെട്ടാലും, നിക്കാഹ് കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, നിക്കാഹ് കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് ഏത് വലിയ തമ്പുരന്മാരും ഇടപെടാൻ സമ്മതിക്കില്ല. അവിടെ ആ കുട്ടിയുടെ ജീവിതം കാരണം മനസ്സിലാക്കേണ്ടത്, താന്തോന്നികളായ വില്ലന്മാരായ പയ്യന്മാര് പുറകെ നടന്നിട്ട് കാർന്നവന്മാരുടെ പുറകെ നടന്ന് നിക്കാഹ് കഴിപ്പിക്കുന്നു. കാർന്നവന്മാരുടെ പുറകെ നടന്ന് നിക്കാഹ് കഴിപ്പിച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന, അതിന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ, കല്യാണം എന്ന് പറയുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ അവിടെ പ്രാധാന്യമില്ല. മുസ്ലിം സമുദായത്തിന് കല്യാണം എന്ന് പറയുന്നത് കുറച്ച് ബന്ധുക്കളെയും കുറച്ച് അയൽവാസികളെയും മറ്റ് സുഹൃത്തുക്കളെയും വിളിച്ചു നടത്തുന്ന ഒരു ചടങ്ങാണത്. ആ ചടങ്ങിന് മുസ്ലിം സമുദായത്തിൽ പ്രാധാന്യമില്ല. ഒരാഴ്ച മുമ്പ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് പെൺകുട്ടിയോടും ഇക്കാര്യം ഉന്നയിച്ചെത്തിയ തങ്ങളോടും അപമര്യാദയായി പെരുമാറിയിരുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തി. ദേശീയ മനുഷ്യാവകാശ വനിതാ കമ്മീഷൻ സംഘടനാ സംസ്ഥാന ചെയർപേഴ്സൺ സുലേഖ അഷ്റഫ്, ജില്ലാ ഭാരവാഹികളായ ഷമീബ, ഉമൈബ ബാനു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം 17 മുതൽ 20 വരെ പാലക്കുന്നിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 17 രാവിലെ 10:30 ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കെ കുഞ്ഞിരാമൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. NA നെല്ലിക്കുന്ന് MLA മുഖ്യാതിഥിയായിരിക്കും. രാത്രി 7 നടക്കുന്ന നാടകോത്സവം PK ജയരാജ് ഉദ്ഘാടനം ചെയ്യും. 18 രാവിലെ 10:30 ചെറുകാട് ജന്മശതാബ്ദി സെമിനാർ നടക്കും. ഈ ചന്ദ്രശേഖരൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. 19 രാവിലെ 11 മണിക്ക് നടക്കുന്ന കവിതാലാപനവേദി പ്രശസ്ത കന്നഡ സിനിമ പിന്നണി ഗായകൻ രമേശ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. 20 ഉച്ചയ്ക്ക് 2:30 സമാപന സമ്മേളനം നടക്കും. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കസ്തൂരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലയിലെ പുസ്തകോത്സവം എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിലാണ് ആഘോഷിച്ചുവരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വളരെ പ്രശസ്തരായ പ്രസാധകരുടെ പുതിയ ടൈറ്റിലുകൾ എല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള പുസ്തകോത്സവമാണ് സംഘടിപ്പിക്കുന്നത്. അതോടനുബന്ധിച്ച് മറ്റ് സാംസ്കാരിക പരിപാടികളും എല്ലാ വർഷവും നടത്താറുണ്ട്. ദേശീയ തലത്തിലുള്ള നാടകോത്സവവും ബാലസാഹിത്യോത്സവവും ഒക്കെ ഇതിനു മുമ്പ് നമ്മുടെ ജില്ലയിൽ ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം അത്ര വിപുലമായ രീതിയിൽ നമ്മൾക്ക് പരിപാടികൾ ആഘോഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നത് അപകടമൊക്കെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, PVK പനയാൽ, ഇ രാജൻ, PP മോഹനൻ എന്നിവർ സംബന്ധിച്ചു.
മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം വാർഷികോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. നിരവധി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. തിങ്കളാഴ്ച രാവിലെ നടന്ന വേദപുരാണത്തിന് ശേഷമാണ് ക്ഷേത്രോത്സവത്തിന് കൊടിയേറിയത്. തുടർന്ന് സഹസ്ര കുംഭാഭിഷേകവും വിവിധ പൂജകളും കലാപരിപാടികളും നടന്നു. വിശുദ്ധമായ ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് ദീപോത്സവം നടക്കും. തുടർന്ന് വിശേഷ ബലിയും വിവിധ പൂജകളും ഉണ്ടാകും. 18-ന് മഹോത്സവം സമാപിക്കും. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 123-ാം ജന്മവാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വ്യത്യസ്തമായ പരിപാടിയാണ് അരങ്ങേറിയത്. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി SC/ST മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കറുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ BJP ജില്ലാ പ്രസിഡന്റ് P. സുരേഷ് കുമാർ ഷെട്ടി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, SC/ST മോർച്ച നേതാവ് രാമപ്പ മഞ്ചേശ്വരം, S. കുമാർ, G. ചന്ദ്രൻ, അനിത R. നായക്, ശ്രീലത തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. മംഗലാപുരം വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ച 2 കാസർഗോഡ് സ്വദേശികൾ അറസ്റ്റിൽ. ബേക്കൽ കപ്പണക്കൽ സ്വദേശി മുഹമ്മദ് അൻവർ, കുമ്പള ആരിക്കാടിയിലെ അബുബക്കർ സിദ്ദിഖ് എന്നിവരാണ് പിടിയിലായത്. ഉദുമയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റു. ഉദുമ പടിഞ്ഞാറുള്ള അനീഷിനാണ് മർദ്ദനമേറ്റത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ബോബിഖാനം അല്ലമീൻ യൂത്ത് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള 2ാം വാർഷികാഘോഷം സമാപിച്ചു. വിവിധ ദിവസങ്ങളിലായി മതപണ്ഡിതന്മാർ പ്രഭാഷണം നടത്തി. വേലേശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഏകദിന ഡേ നൈറ്റ് വോളിബോൾ മത്സരം സമാപിച്ചു. ആവേശം നിറഞ്ഞ കളി കാണാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. വേലേശ്വരത്ത് വെച്ച് സംഘടിപ്പിച്ച ഏകദിന ഡേ നൈറ്റ് ഗ്രാമീണ വോളി മത്സരത്തിൽ വിശ്വഭാരതി വേലേശ്വരം ജേതാക്കളായി. AKG കുമ്പള 2ാം സ്ഥാനം നേടി. DYFA ബ്ലോക്ക് സെക്രട്ടറി ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുപുറങ്ങളിലെല്ലാം കലാ സാംസ്കാരിക സംഘടനകളുടെ പേരിൽ ഓരോ ഘട്ടത്തിലും ചില താല്പര്യങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയും എന്നാൽ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് കേവലം 1-2 വർഷത്തിനുള്ളിൽ അവസാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പൊതുവെ കാണാൻ വേണ്ടി കഴിയും. K. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. K. ബാലകൃഷ്ണൻ തീർത്ഥം, V. നാരായണൻ, AV ബാലകൃഷ്ണൻ, T. കൃപേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജയൻ സമ്മാനദാനം നടത്തി. V. ബാലകൃഷ്ണൻ, KV രഘു, ഷാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളികൾ വിഷു ആഘോഷിച്ചു. മണ്ണും മനസ്സും ആഹ്ലാദത്തിമിർപ്പിൽ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 33 കോടി രൂപ ആശ്വാസ ധനസഹായം. ചെക്ക് കളക്ടറുടെ പേരിൽ അയച്ചതായി സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ.
നിക്കാഹിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ മത നേതാക്കൾ രംഗത്ത് വരണമെന്ന് വനിതാ സംഘടനാ നേതാക്കൾ. നിർധന പെൺകുട്ടികളുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.